സർവ്വ ജീവജാലങ്ങൾക്കും മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിക്ക് മേൽ തുല്യ അവകാശമുണ്ട്. ഭൂമിയുടെ അവകാശികളാണ് അവരും. കറവ പശുക്കളാണെങ്കിൽ പോലും പശുക്കിടാങ്ങൾക്ക് ആവശ്യമായ പാൽ അവയ്ക്ക് കൊടുത്ത ശേഷം മാത്രം ഗോക്കളെ കറക്കുന്ന എത്രയോ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. മിണ്ടാപ്രാണികളെ ഒരു കാര്യവുമില്ലാതെ ഉപദ്രവിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഇല്ലെന്നല്ല, അവരും ഉണ്ട് തീർച്ചയായിട്ടും. എപ്പോഴും നന്മയും തിന്മയും ചെകുത്താനും പിശാചും ഒക്കെ നമ്മൾ ദൈവവും ചെകുത്താനും ഒക്കെ കാണുമല്ലോ. നടന്നു പോകുന്ന ഒരു നായെ വെറുതെ ഒരു കല്ലെടുത്തെറിഞ്ഞ് സന്തോഷിക്കുന്ന ആളുകളെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവയൊക്കെ സ്നേഹിച്ചില്ലെങ്കിലും പരിഗണിച്ചില്ലെങ്കിലും കുറഞ്ഞപക്ഷം അവയൊക്കെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നമുക്ക് കഴിയുമല്ലോ. മാത്യുവിൻ്റെ ദുരന്ത കഥയോട് കേരളം പ്രതികരിച്ച രീതി ഈ ലോകത്തെ കൂടുതൽ കൂടുതൽ സുന്ദരമാക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. മനുഷ്യനോടും വളർത്തുമൃഗങ്ങളോടുമുള്ള മനുഷ്യൻ്റെ സഹജീവി സ്നേഹത്തിൻ്റെ തെളിവായിരുന്നു തൊടുപുഴയിൽ നടന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായൊരു കഥയുണ്ട്, ഭൂമിയുടെ അവകാശികളിൽ. ഇതിൽ പറയുന്നതും ഈ അവകാശികൾ എന്ന ഈ കഥയിൽ പറയുന്നതും സഹജീവി സ്നേഹത്തെക്കുറിച്ചാണ്. സർവ്വ ചരാചരങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കഥയാണ് ബഷീറിൻ്റേത്. ആ കഥയുടെ ചിന്താധാര മനസ്സിൽ ഉൾക്കൊള്ളാനാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ മാത്രമല്ല ഈ ഭൂമിയുടെ അവകാശികൾ, മറ്റുള്ളവരും സഹജീവികളും പക്ഷിമൃഗാദികളും ഒക്കെ തന്നെ, വൃക്ഷലതാദികളും ഒക്കെ തന്നെ ഈ ഭൂമിയുടെ അവകാശികളാണ്. ഭൂമിയുടെ അവകാശികൾ അവരും കൂടിയാണ്. എപ്പോഴും ഓർമ്മിക്കട്ടെ.